ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു അപ്ഡേഷനിലേക്ക് സ്വാഗതം. പ്രമോ വന്നിട്ടുണ്ടായിരുന്നല്ലേ, ന്യൂദില ചെരുപ്പ് ഫാക്ടറിയുടെ പ്രമോ ആണ് ഇന്നത്തെ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ട് ആ ഗെയിം നിർത്തിച്ചിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നമുക്കതിന് മുന്നായിട്ടേ ആ ഒരു ഗെയിമിനെ കുറിച്ച് സംസാരിക്കാം. ഇന്നലെ ഈ ഗെയിം അനൗൺസ് ചെയ്യുമ്പോൾ ന്യൂദില ചെരുപ്പ് ഫാക്ടറിയുടെ മുതലാളിയായിട്ട് നൂറേനെ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ അക്ബർ തൊഴിലാളികളുടെ നേതാവായിട്ട് വരുന്നു. ഈ നമ്മുടെ PA പോലെ, അതായത് അസിസ്റ്റൻ്റായിട്ട് വരുന്ന ജിഷിനാണ്. ഇത് കഴിഞ്ഞിട്ട് 7 പേരെയാണ് എന്തായിട്ട് സ്റ്റാഫുകളായിട്ട് നിയമിച്ചിട്ടുള്ളത്. ഇത്രയും പേരെ ബിഗ് ബോസ് നിയമിക്കുന്നു. പ്ലസ് നൂറേനോട് മാത്രമായിട്ടൊരു കാര്യം പറയുന്നു, ഇത് 50 ചെരുപ്പാണ് ഇവർക്ക് ഉണ്ടാക്കേണ്ടത്. ഈ 50 ചെരുപ്പ് ആ ടൈമിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നൂറയുടെ ഒരു ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടും. അപ്പം നൂറ ഇത് ആരോടും ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. നൂറ ആ ഒരു നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചെരുപ്പ് അത്ര ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡിൽ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മുതലാളിയായിട്ട് തന്നെയാണ് ഇരുന്നേച്ചത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം തോന്നി. ഈ ഗെയിം ഇവരുടെ ആക്ടിവിറ്റി ഏരിയയിലാണ്, അവർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിനകത്ത് കയറാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഗെയിമിൽ ഇൻവോൾവ് ആവാത്ത കുറേയധികം പേര് ചുറ്റും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കുറേ പേര് മാറിയിരുന്നപ്പോൾ പ്രവീൺ, അനു, അനീഷ്, നോറ ഇത്രയും പേര് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ആ ഗെയിമിനെ, നോറയല്ല റേന കേട്ടോ, ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. അതായത് മുതലാളിനെ സോപ്പിടാനായിട്ട് കുറച്ച് ജോലിക്ക് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലുകയും ആ ഒരു സ്ക്രീൻ സ്പേസ് എടുക്കാനായിട്ട് അവർക്ക് പറ്റി. അവരൊരു റോള് കൈകാര്യം ചെയ്തു. അത് ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ഈ ബ്രില്യൻസ് ഇതിനകത്ത് കയറിയിട്ട് ബാക്കി ആരും കാണിച്ചില്ല. എല്ലാവരും ഈ 50 ചെരുപ്പ് ഉണ്ടാകാനായിട്ട് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര ഒരു മുഷിപ്പാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര മുഷിപ്പായിരുന്നു. ഇന്നത്തെ അക്ബറും അതുപോലെ തന്നെ നോറയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജിഷിനും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻസും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊരു കോമ്പറ്റീഷൻ മോഡിൽ തന്നെയാണ് അവർ നിന്നയിച്ചത്. ഒരു ഫൺ എലമെൻ്റ് ഒന്നും ഉണ്ടായില്ല. ക്രിയേറ്റിവിറ്റീസ് ഭയങ്കര കുറവായിരുന്നു. ഈ സ്റ്റാഫുകളായിട്ടുള്ള ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റി ഭയങ്കര കുറവായിരുന്നു. എനിക്ക് തോന്നി കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് കുറച്ചും കൂടി ഫണ്ണ് കൊണ്ടുവന്നിട്ട് ഈ മുതലാളിനെ സോപ്പിടാനുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ഇത് കുറച്ചും കൂടി ഒന്ന് വൈബാക്കേണ്ട ഒരു സംഭവത്തെ ഇവർ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്ത് 80 ചെരുപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. എനിക്കത് കുറച്ച് ഒരു ബോറിംഗ് ആയിട്ട് തോന്നി. കാരണം ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം ഇതിൽ നിന്ന് വേണം. അതെന്തായാലും ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് ഓക്കെയാണ്. കാരണം ഇതൊരു നിസ്സാര നേരം കട്ട് ചെയ്തില്ല കാണിക്കുന്നത്. നമുക്ക് എൻഗേജിങ് ആയിട്ട് തോന്നും. പക്ഷേ ലൈവ് ഇസ് വെരി ബോറിങ്. ഇന്നത്തെ പ്രമോ വന്നിട്ടുണ്ട്. സെയിം ആൾക്കാർ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് എന്തെങ്കിലും ഒരു സംഭവം അഡീഷണലി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടാവണം. കാരണം ഇവർ ഓടിക്കേറിയിട്ട് നമ്മുടെ അക്ബർ ഒരു സാധനം കയ്യിൽ പിടിക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തെ തുടർന്ന് അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു വഴക്കുണ്ടാവുന്നുണ്ട്. സംഭവം തുടങ്ങിയപ്പോൾ തന്നെ വഴക്കുണ്ടായിട്ടുണ്ട്. ആ വഴക്ക് ഹൈയിലോട്ട് എത്തുന്നുണ്ട്. അതിനകത്ത് ആ നൂറയ്ക്ക് എന്തോ ഒരു ചെറിയൊരു ഇഞ്ചുറി പറ്റുന്നുണ്ട്. ഇത് ജിഷൻ ചോദ്യം ചെയ്യുമ്പോൾ അക്ബർ ഇതെന്താണെന്ന് വെച്ചിട്ട് അക്ബറിൻ്റെ കൈയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും അക്ബറിനെതിരെ ബാക്കി എല്ലാവരും തിരിയുന്നുണ്ട്. ജിഷിനും അക്ബറും നല്ല ഫൈറ്റ് മോഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് സ്പോട്ടിൽ തന്നെ ഈ ഗെയിം റദ്ദാക്കിയിട്ടുണ്ടാവുന്നുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ബിഗ് ബോസ് ആ ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അവിടെ ട്യൂളായിട്ട് കത്രികയും അതുപോലെ തന്നെ ആക്സോ ബ്ലേഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മാരകായുധങ്ങളാണ്. ഇവർ ഇത്രയും ഹൈലി ടെമ്പററായി നിൽക്കുമ്പോൾ അത് യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ആ പ്രമോയിൽ തന്നെ ഉണ്ട്, ജിഷിൻ്റെ കയ്യിനകത്തൊരു കത്രികയുണ്ട്. ഈ ടാസ്കിനകത്ത് ഇതുപോലുള്ള എക്യുപ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ടായിരിക്കണം ബിഗ് ബോസ് സ്പോട്ടിൽ തന്നെ ഈ ഗെയിം റദ്ദാക്കിയിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിലും ഇന്ന് ഹെവി ആയിട്ടുള്ളൊരു വഴക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരു പക്ഷേ ഈ വഴക്കിനെ തുടർന്ന് അക്ബറിനെതിരെ ബാക്കി ടീം മെമ്പേഴ്സ് തിരിയാനും ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും കൂടുതൽ ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ പിന്നത്തെ ഒരു വീഡിയോയിൽ വരും. ഉറപ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ. കാരണം നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ, തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്, നമുക്ക് തിരുത്തി പോകാം. താങ്ക് യു ഫോർ വാച്ചിങ്.